കഴിഞ്ഞ ദിവസം നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് കണ്ടത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് ലൈറ്റിൻ്റെ ക്വാണ്ടം തിയറി വെച്ചിട്ടായിരുന്നു. എനർജി കൺസർവേഷൻ വെച്ചാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇപ്പോൾ ലൈറ്റ് ഫോട്ടോൺ അല്ലെങ്കിൽ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നതുകൊണ്ട് അതിന് എനർജിയും ഉണ്ട്, മൊമെൻറ്റും ഉണ്ട്. ഇപ്പോൾ എനർജി മൊമെൻറ്റും ക്വാണ്ടൈസ്ഡ് ആണെന്നാണ് ക്വാണ്ടം തിയറി പറയുന്നത്. അപ്പോൾ അത് എൻ്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ള പ്രൂഫാണ് ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് കിട്ടിയത്. എന്നാൽ ക്രോംപ്റ്റൺ ഇഫക്റ്റ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്രോംപ്റ്റൺ ഇഫക്റ്റ് എനർജി മൊമെൻറ്റും ക്വാണ്ടൈസ്ഡ് ആണ്, ഡ്യുവൽ നേച്ചർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഫിനോമിനയാണ് നമുക്ക് എടുക്കാം. ക്രോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഫോട്ടോണിൻ്റെ സ്കാറ്ററിങ് ആണ് ബൈ ആൻ ഇലക്ട്രോൺ. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആർതർ ക്രോംപ്റ്റൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു US ശാസ്ത്രജ്ഞനാണ്, അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. അത് 1927 നോബൽ സമ്മാനം കിട്ടിയ ഒരു വർക്കാണ് ഈ ക്രോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ക്രോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു എക്സ്റേയും ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് അതിനകത്ത് പറയുന്നത്. എക്സ്റേയുടെ എനർജി hν ആണെന്ന് നമുക്കറിയാം. അത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോണിൽ ഹിറ്റ് ചെയ്യുന്ന ഉടനെ ഒറിജിനലായിട്ടുള്ള ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി മാറുന്നതായിട്ട് കാണാം. അത് ഒരു ആംഗിളിൽ സ്കാറ്റർ ചെയ്യുന്നതായിട്ട് ഈ ഡയഗ്രത്തിനകത്ത് കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇലക്ട്രോണ് റീകോയിൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ക്രോംപ്റ്റൺ ഇഫക്റ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി 2 കൺസർവേഷൻ ലോയും നമ്മൾ ഉപയോഗിച്ചു. അതായത് എനർജി കൺസർവേഷൻ ലോയും മൊമെൻറ്റം കൺസർവേഷൻ ലോയും. എനർജി കൺസർവേഷൻ ലോ എന്താണ്? എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതാണ് എനർജി കൺസർവേഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ മൊമെൻറ്റം കൺസർവേഷൻ ലോയും നമുക്ക് അതുപോലെ തന്നെ മൊമെൻറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ അത് നമുക്കിങ്ങനെ പറയാം, മൊമെൻറ്റം ബിഫോർ കൊളീഷൻ, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ആ കൊളീഷൻ്റെ പാർട്ടിക്കിൾ കൊളീഷൻ, ഈ കൊളീഷനെ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷനായിട്ട് കൺസിഡർ ചെയ്താണ് നമ്മൾ ഈ ക്രോംപ്റ്റൺ ഇഫക്റ്റ് പഠിക്കുന്നത്. നമുക്കിനി കാണാം ക്വാണ്ടം തിയറി അനുസരിച്ച് ഒരു ലൈറ്റിൻ്റെ എനർജി, ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് E = hν എന്ന് പറയാം. അതായത് എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് E = hν. ഇപ്പോൾ ന്യൂ എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം ഈ എനർജി, ഈ hν ഉള്ള എനർജി ഉള്ള ഫോട്ടോൺ ഒരു ഇലക്ട്രോണെ വന്ന് വീഴുന്ന ഉടനെ അതിൻ്റെ ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് വേവ് ലെങ്തും വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം സ്കാറ്റർ ചെയ്ത ഫോട്ടോണിനകത്ത് 2 കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ഒന്ന് ഇൻസിഡൻറ്റ് ചെയ്ത ആ വേവ് ലെങ്ത് തന്നെ ഒരു കമ്പോണൻറ്റും, പിന്നെ ഒരു ഷിഫ്റ്റ് ചെയ്ത വേവ് ലെങ്ത്. ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആ സ്കാറ്റർ ചെയ്ത ആംഗിളിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും. ആ മോഡിഫൈഡ് ആയിട്ടുള്ള കമ്പോണൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ക്വാണ്ടം തിയറി ഉപയോഗിച്ചത്. അതിനുവേണ്ടി ആ എക്സ്റേ ഫോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള കൊളീഷൻ ഒരു ഇലാസ്റ്റിക് കൊളീഷനായിട്ട് കൺസിഡർ ചെയ്തു. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്? കൊളീഷൻ വെയർ എനർജി ആൻഡ് മൊമെൻറ്റം ആർ കൺസേർവ്ഡ്. അങ്ങനെ കൺസേർവ്ഡ് ആയിട്ട് എനർജി മൊമെൻറ്റം കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു കൊളീഷനെയാണ് എന്നാ പറയുന്നത്? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഇനി ഫിഗർ നോക്കിക്കേ. നമുക്കിതിൻ്റെ
മൊമെൻറ്റം കൺസർവേഷൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനിഷ്യൽ മൊമെൻറ്റം, ഫോട്ടോണിൻ്റെ ഇനിഷ്യൽ മൊമെൻറ്റം പി എന്നെടുത്തു. കൊളീഷൻ കഴിഞ്ഞുള്ള അതിൻ്റെ മൊമെൻറ്റം പി ഡാഷ് എന്ന് എടുത്തു. ന്യൂവും ന്യൂ ഡാഷും ആയിരുന്നു ഫ്രീക്വൻസി, ഇനിഷ്യൽ ഫ്രീക്വൻസി, ഫൈനൽ ഫ്രീക്വൻസി എന്നും പറയുന്നത്. അതുപോലെ ഇലക്ട്രോൺ നമുക്കറിയാം, ഇലക്ട്രോൺ റെസ്റ്റിലാണ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് റെസ്റ്റ് ആണ് ഇലക്ട്രോൺ എന്നാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ആഫ്റ്റർ കൊളീഷനോ, ആഫ്റ്റർ കൊളീഷൻ കഴിയുമ്പോൾ ഇലക്ട്രോൺ റീകോയിൽ വിത്ത് എ മൊമെൻറ്റം P1 ആയിരിക്കും അതിൻ്റെ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റമായിട്ട് നമ്മൾ കൺസിഡർ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇൻസിഡൻറ്റ് ബീമിൻ്റെ മൊമെൻറ്റം പി എ, സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം പി ഡാഷ്, ഇലക്ട്രോൺ ബിഫോർ കൊളീഷൻ റെസ്റ്റിലാണ്, അപ്പോൾ മൊമെൻറ്റം 0. ആഫ്റ്റർ കൊളീഷൻ മൊമെൻറ്റം എന്ന് പറയുന്നത് P1 ആയിട്ടാണ്, ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം P1 ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കൺസർവേഷൻ ഇക്വേഷൻ നമുക്ക് ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ പി എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻ്റ് ആണ്. പി ഇസ് ഈക്വൽ ടു പി ഡാഷ് പ്ലസ് P1 എന്ന് കിട്ടും. പി ഡാഷ് എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം, P1 എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് P1 ഇസ് ഈക്വൽ ടു പി മൈനസ് പി ഡാഷ് സ്ക്വയർ എന്ന് എഴുതാം. അതൊരു ചുമ്മാതുള്ള ഒരു സബ്ട്രാക്ഷനാണ്. പിയും പി ഡാഷ് എന്ന് പറയുന്ന രണ്ട് വെക്റ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ പാരലോഗ്രാം ലോ അനുസരിച്ചാണ് അതിൻ്റെ P1 കണ്ടുപിടിക്കുന്നത്. P1 സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. P1 സ്ക്വയർ ഇസ് ഈക്വൽ ടു പി മൈനസ് പി ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് പി ഡാഷ് സ്ക്വയർ മൈനസ് 2p ഡോട്ട് പി ഡാഷ് എന്നാണ് വരുന്നത്. പാരലോഗ്രാം ലോ അനുസരിച്ചാണ് നമുക്കത് കിട്ടുന്നത്. അപ്പം അങ്ങനെ കിട്ടും. അതുപോലെ റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് 0 ആണ്. ഫോട്ടോണിന് റെസ്റ്റ് മാസ് 0, കാരണം ഫോട്ടോണിൻ്റെ മാസ് 0 ആണ്. അപ്പോൾ റെസ്റ്റ് മാസ് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് PC ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ന്യൂ ഡാഷുമാണ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എനർജി എന്ന് പറയുന്നത് H ന്യൂ ഡാഷുമാണ് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും. നമുക്കറിയാം E ഇസ് ഈക്വൽ ടു PC ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് E ഇസ് ഈക്വൽ ടു PC ഒരു ഇക്വേഷൻ, E ഇസ് ഈക്വൽ ടു H ന് വേറൊരു ഇക്വേഷൻ. അത് രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ P എന്ന് പറയുന്നത് H ന്യൂ ബൈ C എന്ന് കിട്ടും. അതുപോലെ P ഡാഷും അതുപോലെ കണ്ടുപിടിക്കാം. നമുക്കറിയാം E ഡാഷ് ഇസ് ഈക്വൽ ടു H ന്യൂ ഡാഷ് ആണെന്നറിയാം. അതുപോലെ E ഇസ് ഈക്വൽ ടു P ഡാഷ് C എന്നറിയാം. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് P ഡാഷ് ഇസ് ഈക്വൽ ടു H ന്യൂ ഡാഷ് ബൈ C എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനകത്ത്, അതായത് P1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P സ്ക്വയർ പ്ലസ് P ഡാഷ് സ്ക്വയർ മൈനസ് 2p ഡോട്ട് പി ഡാഷ് എന്ന് കിട്ടിയില്ലേ, ഇക്വേഷൻ നമ്പർ 2. അതിനകത്തോട്ട് നമുക്ക് P1-ൻ്റെ പിയുടെയും പി ഡാഷിൻ്റെയും വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P1 സ്ക്വയർ ഇസ് ഈക്വൽ ടു H ന്യൂ ബൈ C ദ ഹോൾ സ്ക്വയർ പ്ലസ് H ന്യൂ ഡാഷ് ബൈ C ദ ഹോൾ സ്ക്വയർ മൈനസ് 2H ന്യൂ ബൈ C H ന്യൂ ഡാഷ് ബൈ C ഇൻറ്റു കോസ് തീറ്റ. ഡോട്ട് ആയിരുന്നല്ലോ കിട്ടിയേ, 2p ഡോട്ട് പി ഡാഷ് എന്നല്ലേ കിട്ടിയേ. അപ്പോൾ ഡോട്ട് മാറ്റിയിട്ട് അത് നമുക്ക് കോസ് തീറ്റ എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കണം, ആ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അവിടെ A ഡോട്ട് ബി, A മൈനസ് ബി എന്നുള്ളത് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2A ഡോട്ട് ബി എന്നാണ് വരുന്നത്. ആ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കോസ് തീറ്റ വന്നത്.
ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, P1 സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ ന്യൂ സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് H സ്ക്വയർ ന്യൂ ഡാഷ് സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് 2 H സ്ക്വയർ ന്യൂ ഡാഷ് ബൈ സി സ്ക്വയർ കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി അതിനെ നമുക്ക് സി സ്ക്വയറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഉടനെ P1 സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ ന്യൂ സ്ക്വയർ പ്ലസ് H സ്ക്വയർ ന്യൂ ഡാഷ് സ്ക്വയർ മൈനസ് 2H സ്ക്വയർ ന്യൂ ഡാഷ് കോസ് തീറ്റ എന്ന് കിട്ടും. സി സ്ക്വയർ എല്ലാം ക്യാൻസലായി പോകും റൈറ്റ് സൈഡിൽ. ഇപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ടേം കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേം കൺസിഡർ ചെയ്യുവാണ്. അതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ എന്നാ കിട്ടും? എച്ച് സ്ക്വയർ ന്യൂ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ന്യൂ ഡാഷ് സ്ക്വയർ മൈനസ് 2H സ്ക്വയർ ന്യൂ ഡാഷ് എന്ന് കിട്ടും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എച്ച് സ്ക്വയർ ന്യൂ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ന്യൂ ഡാഷ് സ്ക്വയറിന് നമുക്ക് എഴുതാം. എങ്ങനെയാണെന്ന് എഴുതാം? അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർ. ഇപ്പുറത്ത് മൈനസ് അല്ലേ കിടക്കുന്നത്, അത് മറ്റേ സൈഡിലോട്ട് പോകുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതുകൊണ്ട് പ്ലസ് ആവും. പ്ലസ് 2H സ്ക്വയർ ന്യൂ. അപ്പോൾ അതിനെ നമ്മൾ എച്ച് സ്ക്വയർ ന്യൂ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ന്യൂ ഡാഷ് സ്ക്വയറിനെ നമ്മൾ അതിൻ്റെ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 5 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇക്വേഷൻ എന്നായി മാറും? P1 സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആ ടേമിനെയാണ്, ഇനി വരുന്ന ടേംസിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. എന്നായിട്ട് കൊടുക്കും? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2H സ്ക്വയർ ന്യൂ ഡാഷ് മൈനസ് 2H സ്ക്വയർ ന്യൂ ഡാഷ് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് രണ്ട് ടേമിനകത്തെയും 2H സ്ക്വയർ ന്യൂ ഡാഷ് എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ്. അപ്പോൾ അത് കോമൺ ആയിട്ട് എടുത്താൽ എന്നാ കിട്ടും? P1 സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2H സ്ക്വയർ ന്യൂ ഡാഷ് ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ അതാണ് മൊമെൻ്റം കൺസർവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ബിഫോർ കൊളീഷൻ അത് റെസ്റ്റിലായതുകൊണ്ട് അതിന് റെസ്റ്റ് മാസ് എനർജി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ആഫ്റ്റർ കൊളീഷൻ അതിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. ഒരു മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ റിലേറ്റിവിസ്റ്റിക് എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു m സ്ക്വയർ c റേസ് ടു 4 പ്ലസ് P1 സ്ക്വയർ c സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ് ആണ് നമുക്കറിയാം. അവിടെ m എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് ആണ് m എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഫോട്ടോണിൻ്റെ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനിലെ എനർജി അറിയാം. ഇലക്ട്രോണിൻ്റെ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷൻ്റെ എനർജി അറിയാം. അപ്പം ടോട്ടൽ എനർജി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ആഫ്റ്റർ കൊളീഷനാണ്. അപ്പോൾ നമുക്കറിയാം ഫോട്ടോണിൻ്റെ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ പ്ലസ് റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mc സ്ക്വയർ ആണ്. ഇസ് ഈക്വൽ ടു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ഡാഷ് ആണ് പ്ലസ് ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ m സ്ക്വയർ c റേസ് ടു 4 പ്ലസ് P1 സ്ക്വയർ c സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ്. ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അതായത് m സ്ക്വയർ c റേസ് ടു 4 പ്ലസ് P1 സ്ക്വയർ c സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് പ്ലസ് mc സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ രണ്ട് വശം
സ്ക്വയർ എടുത്തു. അപ്പോൾ എന്നാ ഇക്വേഷൻ? എം സ്ക്വയർ സി റേസ് ടു 4 പ്ലസ് p1 സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് എം സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എം സ്ക്വയർ സി റേസ് ടു 4 എന്ന് കിട്ടി. അത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എം സ്ക്വയർ സി റേസ് ടു 4 ഉണ്ട്. ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എന്നായി? p1 സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2m സി സ്ക്വയർ ഇൻറ്റു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് എന്ന് കിട്ടി. അപ്പം p1 സ്ക്വയർ സി സ്ക്വയറിന് 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. മൊമെൻറ്റം കൺസർവേഷനിൽ നിന്നും ഒരു ഇക്വേഷൻ കിട്ടി, എനർജി കൺസർവേഷനിൽ നിന്നും വേറൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ 2 ഇക്വേഷനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ 2 ഇക്വേഷനാണ് എഴുതി വച്ചേക്കുന്നത്. കണ്ടോ? മുകളിൽ p1 സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനും, അതുപോലെ നമ്മൾ മൊമെൻ്റൽ കൺസർവേഷനിൽ നിന്ന് കിട്ടിയ p1 സ്ക്വയർ സി സ്ക്വയറിൻ്റെ ഇക്വേഷൻ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 എച്ച് ന്യൂ ഡാഷ് ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഈ 2 ഇക്വേഷനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം റൈറ്റ് ഹാൻഡ് ബാക്കി എല്ലാ ടേംസും സെയിം ആണ് എക്സെപ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലെ ലാസ്റ്റ് ടേം. അപ്പോൾ ആ ലാസ്റ്റ് ടേം ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം എം സി സ്ക്വയർ എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ന്യൂ ഡാഷ് ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി അതിനകത്ത് നമുക്ക് എച്ച് 2 വശത്തും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ എഴുതുമ്പം എന്ന് കിട്ടും എം സി സ്ക്വയർ ന്യൂ മൈനസ് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയറിൻ്റെ ഒരു എച്ച് പോയി, അപ്പോൾ എച്ച് ന്യൂ ഡാഷ് ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ന്യൂ എന്ന് പറയുന്നത് സി ബൈ ലാംഡ ആണെന്നറിയാം, ന്യൂ ഡാഷ് എന്ന് പറയുന്നത് സി ബൈ ലാംഡ ഡാഷ് എന്നറിയാം. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ 2 വശത്തും സി സ്ക്വയറും കോമൺ ആയിട്ട് വരും. അപ്പോൾ ആ സി സ്ക്വയറിനെ ക്യാൻസൽ ചെയ്തിട്ട് ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് കിട്ടി എം സി ഇൻറ്റു 1 മൈനസ് ലാംഡ മൈനസ് 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ 1 ലാംഡ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വി ആർ മൾട്ടിപ്ലൈയിങ് ദ ഇക്വേഷൻ വിത്ത് ലാംഡ 1 ലാംഡ ആൻഡ് വി ആർ ഡിവൈഡ് ലാംഡ ഡാഷ് ലാംഡ ആൻഡ് വി ആർ ഡിവൈഡിങ് ദ ഇക്വേഷൻ വിത്ത് എം സി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കേ എം സി ക്യാൻസലായി പോവും. പിന്നെ 1 ബൈ ലാംഡ ഇൻറ്റു ലാംഡ ഡാഷ് എന്ന് പറയുമ്പോൾ ലാംഡ ഡാഷ് കിട്ടും. അങ്ങനെ ഓരോന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. അത് ഓരോ എല്ലാ ടേംസിനകത്തും ലാംഡ ഡാഷ് ലാംഡ മൾട്ടിപ്ലൈ ചെയ്തു, എം സി ഡിവൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഈക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനെ ആണ് ക്രോംപ്റ്റൺ ഷിഫ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ലാംഡ ഡാഷ് മൈനസ് ലാംഡ എന്ന് പറയുന്നതാണ് വേവ് ലെങ്തിനുണ്ടായ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ക്രോംപ്റ്റൺ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ എച്ച് ബൈ എം സിയെ നമ്മൾ ക്രോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് വിളിക്കും. അങ്ങനെ ക്രോംപ്റ്റൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഡെൽറ്റ ലാംഡ എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രോംപ്റ്റൺ ഷിഫ്റ്റിനെ. അത് തീറ്റയ്ക്ക് പ്രൊപ്പോർഷണലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കിക്കേ, ആ ഇക്വേഷനെ തന്നെ ഒന്നുകൂടി ഞാൻ എഴുതി. ഇനി അതെങ്ങനെയാണ് അതിൻ്റെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷനകത്ത് തീറ്റയ്ക്ക് 0 ഇട്ട് കൊടുത്തു. അപ്പം കോസ് തീറ്റ എന്തോ ആയി? കോസ് 0 ആയി. കോസ് 0 എന്ന് പറയുന്നത്
1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 മൈനസ് 1 0 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ ഡെൽറ്റ ലാംഡ 0 ആയിട്ട് കിട്ടി. അതുപോലെ തീറ്റ 90 ഡിഗ്രി എടുത്താൽ എന്ന് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ കോസ് 90 എന്ന് പറയുന്നത് 0 ആവും. 1 മൈനസ് കോസ് 90 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അപ്പോൾ വി ആർ ഗെറ്റിംഗ് മാക്സിമം വാല്യൂ ഈക്വൽ ടു h/mc ഫോർ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് ഇൻക്രീസസ് ആസ് ദ തീറ്റ വാല്യൂ ഇൻക്രീസസ് എന്ന് കിട്ടി. അതാണ് നമ്മൾ ഗ്രാഫിൽ വരച്ചേക്കുന്നത്. വി ആർ ഡ്രോയിങ് ഡെൽറ്റ ലാംഡ along y axis and തീറ്റ along x axis. അപ്പോൾ ആ ഗ്രാഫാണ് വരച്ചേക്കുന്നത്. ഒരു സൈൻ്റെ പോലത്തെ ഒരു ഗ്രാഫായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ക്രോംപ്റ്റൺ ഇഫക്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ബിഹേവിയർ കാണിക്കുന്നുണ്ട് വെൻ ഇൻറ്ററാക്റ്റ് വിത്ത് ഇലക്ട്രോൺ എന്നുള്ളതാണ് പറയുന്നത്. സോ ലൈറ്റ് ബിഹേവ് as a particle when it interact with electron in the case of Crompton effect. പക്ഷെ നമുക്കറിയാം ഇൻ്റർഫറൻസിൻ്റെയും ഡിഫ്രാക്ഷൻ്റെയും കേസിൽ ലൈറ്റ് ഒരു വേവ് നേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ ലൈറ്റ് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ എക്സ്പെരിമെൻ്റ്